ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ എവരിബഡി. അപ്പം ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് 2026. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 2025 നമ്മൾ മന്ത്ലി മൂവി റിവ്യൂസ് എന്ന് പറഞ്ഞ ഒരു വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്ലേലിസ്റ്റും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മെയ് വരെ നമ്മൾ ചെയ്തിട്ട് അത് നിർത്തിവെച്ചു. ഇനി ബാക്കിയുള്ള സിനിമയും കൂടെ ചെയ്താലേ അത് പൂർത്തിയാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള മാസങ്ങളിൽ അപ്പം നമ്മൾ മെയ് വരെ ചെയ്തിട്ടുണ്ട്. ജൂൺ തൊട്ട് ഡിസംബർ വരെയുള്ള മാസങ്ങളെയാണ് ഈ വീഡിയോയുടെ ഷെയർ ചെയ്യുന്നത്. അതിനകത്ത് നോക്കുമ്പം ജൂൺ മാസത്തിൽ വലിയ ഹിറ്റുകളൊന്നും മലയാളത്തിന് തരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു സമ്മറി ഓടിച്ചു വിട്ടിട്ട് നമുക്ക് ജൂലൈ തൊട്ട് ഡിസംബർ വരെയുള്ളത് മാസങ്ങളിലോട്ട് നോക്കാം. അപ്പോൾ അതിനകത്ത് ഏതൊക്കെ പടം ഹിറ്റായി, ഏതൊക്കെ പടം ഫ്ലോപ്പായി, എത്ര പടം എന്നുവെച്ചാൽ ഈ ഇൻഡസ്ട്രി ഹിറ്റ് ഏതൊക്കെയാ, അപ്പോൾ ടോട്ടൽ കാര്യങ്ങൾ ഞാൻ സെർച്ച് ചെയ്ത് അതിനകത്ത് തെറ്റ് വരാം. എൻ്റെ ഒരു സെർച്ചിൽ അത് ഏതൊക്കെ സിനിമയാണെന്ന് ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ഷെയർ ചെയ്യാം. അപ്പം ഇതിനകത്ത് തെറ്റുകൾ വരാം. അപ്പം ബാക്കി മാസത്തിൽ നോക്കുകയാണെങ്കിൽ ജൂൺ മാസത്തിൽ അത്ര വലിയ ഹിറ്റുകൾ മലയാള സിനിമയ്ക്ക് തരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആകെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ആഭ്യന്തര കുറ്റവാളി റോന്ത് അത്യാവശ്യം നല്ല റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും അത് ബോക്സ് ഓഫീസിൽ അത് ഹിറ്റാക്കിയിട്ടില്ല. ഷാഹി കബീറിൻ്റെ ആണ് റോന്ത്. സേതുനാഥ് പത്മനാഭൻ്റെ ആഭ്യന്തര കുറ്റവാളി നല്ല റിപ്പോർട്ട് ഈ പടത്തിന് വന്നിട്ടുണ്ടെങ്കിലും തിയേറ്ററിൽ ഒരു അനക്കം കാണിക്കാൻ ഈ രണ്ട് പടത്തിനും കഴിഞ്ഞിട്ടില്ല. ഇത് ജൂൺ 13 റിലീസായ സിനിമ. പിന്നെ നാൻസി റാണി എടുത്ത് പറയേണ്ടതാണ്. കാരണം ഇത് ശ്രീനിവാസൻ സാറിൻ്റെ ലാസ്റ്റ് സിനിമയായിരുന്നു. ജൂൺ 18 ഇറക്കിയ ജോസഫ് മനു തോമസ് ആണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ എടുത്ത് പറയേണ്ട സിനിമയൊന്നുമില്ല. അപ്പം ഏറ്റവും ഒരു പന്ന മാസം എന്ന് വേണമെങ്കിൽ പറയാം ജൂൺ മാസം. ഒരു സിനിമ പോലും ഹിറ്റാവാത്ത ഒരു മാസം കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ജൂൺ മാസം. ജൂലൈ, അടുത്ത മാസം ജൂലൈയിലോട്ട് പോകുകയാണെങ്കിൽ ജൂലൈ 4 ധീരൻ റിലീസാകുന്നത്. ദേവദത്ത് ഷാജി, രാജേഷ് മാധവ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ്. പുള്ളിക്കാരനെ നായകനാക്കി കൊണ്ടുവന്ന പടമാണ്. പക്ഷേ വലിയ അനക്കം കാണിക്കാനും തിയേറ്ററിൽ ആളെ കയറ്റാനും ധീരൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കാണിച്ചില്ല. അത് ഒരു ഫ്ലോപ്പ് ലിസ്റ്റിലാണ് ആ പടം വന്നിട്ടുള്ളത്. സൂത്രവാക്യം, യൂജെയിൻ ജോസഫ് ഡയറക്ഷൻ ചെയ്തതാണ് സൂത്രവാക്യം. അത്ര ഹിറ്റായതായിട്ട് എനിക്ക് തോന്നിയില്ല. ജൂലൈ 17 റിലീസായ സിനിമയാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞൊരു സിനിമ. ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിവാദമായിട്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ജാനകി എന്നുള്ള പേര് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിവാദമായിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ കാര്യമില്ല, പടം ഒരു അനക്കം തെറ്റാതെ പോയിട്ടുണ്ട്. പ്രവീൺ നാരായണനാണ് ഇതിൻ്റെ ഡയറക്ഷൻ. അടുത്ത പടം വന്നത് ജൂലൈ 18 അടുത്ത പടം വന്നത്. അപൂർവ പുത്രന്മാർ, രവീന്ദ്ര നീ എവിടെയാ, ഫ്ലാസ്ക്. അപൂർവ പുത്രന്മാർ ബിബിൻ ജോർജിൻ്റെയൊക്കെ പടം. അതിൻ്റെ പേര് കേൾക്കുമ്പോഴേ അറിയാമല്ലോ 8 നില പൊട്ടിയ പടമായിരിക്കും. ഞാൻ കണ്ടില്ല പടം. രഞ്ജിത്ത് ആറലാണ് അതിൻ്റെ ഡയറക്ടർ. രവീന്ദ്ര നീ എവിടെയാ മനോജ് പാലോടാണ് ഡയറക്ഷൻ ചെയ്തത്. കണ്ടതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല. ഫ്ലാസ്ക് രാഹുൽ റെജി നായർ ഡയറക്ഷൻ ചെയ്ത സിനിമയാണ് ഫ്ലാസ്ക്. അതും വലിയ ഒരു ഇതുണ്ടാക്കാൻ സാധിച്ചില്ല, പടം പൊട്ടിയതായിരുന്നു. ജൂലൈ 25 റിലീസായ വലവരി ശംഖും ഷംനാഥാണ് അതിൻ്റെ ഡയറക്ഷൻ ചെയ്തത്. അതും തിയേറ്ററിൽ അനക്കം ഉണ്ടാക്കാൻ സാധിച്ചില്ല. അങ്ങനെ ജൂലൈ മാസം അവസാനിപ്പിച്ച് ജൂലൈയിലും വലിയ ഹിറ്റുകൾ ഉണ്ടാക്കാൻ ഒരു പടത്തിനും സാധിച്ചില്ല. അടുത്ത മാസത്തിലോട്ട് പോവാം. ആഗസ്റ്റ് 1 ആദ്യത്തെ പടം വന്നത് സുമതി വളവ്. വിഷ്ണു സായി ശങ്കർ ഡയറക്ഷൻ ചെയ്ത പടമാണ് സുമതി വളവ്. ഈ ഒരു പടം ഞാൻ തിയേറ്ററിൽ കണ്ട ഏറെക്കുറെ പടം കണ്ടേ. അതിനകത്ത് ചില പടങ്ങളേ ഉള്ളൂ വീട്ടുകാർക്ക് വേണ്ടി അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അത് മൊബൈൽ ഫോണിലൊക്കെ ഷൂട്ട് ചെയ്ത് അത് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. അപ്പം സുമതി വളവ് എന്ന് പറയുന്ന പടം എൻ്റെ വീടിനടുത്തുള്ള 2 കൂട്ടുകാരന്മാർ ഈ ഒരു പടം കാണാൻ പോയി. അതാ സുമതി വളവ്. ഇതിനകത്ത് ഒരുത്തൻ അതിൻ്റെ ഇൻ്റർവെൽ സീനിനകത്ത് അവിടെ പോയി എന്തുവാ തല കറങ്ങി അടുത്തുള്ള ഒരു ചേച്ചിയുടെ മടിയെ വീണ് ആ ചേച്ചി പിടിച്ച് ഊക്കി അടിക്കുകയോ പള്ളു പറയുകയൊക്കെ ചെയ്ത് പിന്നെ അപ്പുറത്ത് വന്ന് ഛർദ്ദിക്കുകയോ അങ്ങനെ ചെയ്ത് ഈ ഒരു ഇൻ്റർവെൽ സീനൊക്കെ കണ്ട് അത് ഇവിടെ മൊത്തം പാട്ടായി. അങ്ങനെ അത് ഇത്രയും പേടിക്കാനുണ്ടോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പോയി കണ്ട സിനിമയാണ്. ഞങ്ങൾ കുറേ ഫ്രണ്ടുകൾ ഇവിടെ ഈ ഏരിയയിൽ മൊത്തം ഈ പടം ഹിറ്റായിരുന്നു സുമതി വളവ്. ടോട്ടലിയും ആ പടം അത്യാവശ്യം കളക്ട് ചെയ്ത്. പക്ഷേ പടം അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ലായിരുന്നു സുമതി വളവ്. പിന്നെ വന്നതാണ് മീശ ഞാൻ കണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്ത സിനിമയാണ്. തയ്യൽ മിഷൻ, CS വിനയൻ്റെ തയ്യൽ മിഷൻ. ഇത്രയും പടം ഓഗസ്റ്റ് 1 റിലീസായത്. അതിനകത്ത് എടുത്തു പറയേണ്ട സുമതി വളവ് അല്ല, നമുക്ക് ലാസ്റ്റ് പറയാം. ഓഗസ്റ്റ് 22 തലവര എന്ന് പറഞ്ഞ പടമാണ്. അനിൽകുമാർ പടം ചെയ്ത സിനിമ. അത്ര ഓടിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പടം പൊട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓണം വീക്കിലോട്ട് വരാം. ഓണം വീക്കിൽ ആദ്യം റിലീസായ സിനിമയാണ് ഹൃദയപൂർവ്വം. സത്യൻ അന്തിക്കാടിൻ്റെ സിനിമ. അത്യാവശ്യം സൂപ്പർ ഹിറ്റായ ഒരു സിനിമയും കൂടെയാണ് ഹൃദയപൂർവ്വം. പിന്നെ നമ്മുടെ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചേക്കുന്ന ലോക, ഡൊമിനിക് അരുണിൻ്റെ ഡയറക്ഷനിൽ വന്ന ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു. മേനെ പ്യാരിക്ക അത്ര വലുതായിട്ട് ഓടിയില്ല. അതിൻ്റെ കൂടെ നല്ല പടമാണെങ്കിൽ തന്നെ അതിൻ്റെ കൂടെ പിടിച്ചിരിക്കാൻ ഈ പടത്തിനൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ ഓടും കുതിര ചാടും കുതിര അടുത്ത ദിവസം റിലീസായ സിനിമയാണ്. ഓഗസ്റ്റ് 25 8 നില പൊട്ടിയ സിനിമയാണ്. അൽത്തർ സലീമാണ് ആക്ടറുമായിട്ടുള്ള അൽത്തർ സലീമാണ് ഇതിൻ്റെ ഡയറക്ടർ. 8 നില പൊട്ടിയ സിനിമ. അപ്പോൾ ഇതിനകത്ത് ആകെ
ജൂണിന് ശേഷം ആകെ ഹിറ്റായ 3 സിനിമകൾ ഈ ഒരു മാസം വന്നിട്ടുണ്ട്. ഒന്ന് ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ സിനിമ ലോക ചാപ്റ്റർ 1 ചന്ദ്ര, സൂപ്പർ ഹിറ്റായ ഹൃദയപൂർവ്വം, പിന്നെ ആവറേജ് ഹിറ്റിൽ ഒതുങ്ങിപ്പോയ സുമതി വളവ്. അപ്പോൾ ഇത്രയും പടമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ എടുത്തു വരേണ്ട ഹിറ്റ് എന്ന് പറയുന്നത്. സെപ്റ്റംബറിൽ കുറേ അധികം സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഏറെക്കുറെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് അവരുടെ വീട്ടുകാർക്ക് കാണാൻ പറ്റിയ സിനിമകൾ വന്നിട്ടുള്ളത്. അതിനകത്ത് അത്യാവശ്യം തിയേറ്ററിൽ കൊട്ടിക്കോശിച്ചെത്തിയ കുറച്ച് സിനിമകളുണ്ട്. പക്ഷേ ആ കൊട്ടിക്കോശിച്ചെത്തിയ ഇത് മാത്രമേ ഉള്ളൂ, തിയേറ്ററിൽ അനക്കം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതൊക്കെയാണെന്ന് നോക്കാം. സെപ്റ്റംബർ 19 മിറാഷ്, ജിത്തു ജോസഫ് ഡയറക്ഷൻ ചെയ്ത മിറാഷ് ഞാൻ ഫസ്റ്റ് ഡേ കണ്ട സിനിമയാണ്. ഒരു കാശിനും കൊള്ളാത്ത സിനിമ. ജിത്തു ജോസഫ് ഡയറക്ഷൻ ചെയ്തതിൽ ഏറ്റവും നല്ല സിനിമ. അടുത്തത് വളയാണ്. മുഹാഷിൻ എന്നാണ് എൻ്റെ ഡയറക്ടറുടെ പേര്. എനിക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ വിനീത് ശ്രീനിവാസൻ ചെന്നൈ പാസം വിട്ട് ഒരു വെറൈറ്റിക്ക് കൊണ്ടുവന്ന പടമാണ് കരം. പേര് പോലെ തന്നെ കരണത്തെ അടി കിട്ടാഞ്ഞത് വിനീത് ശ്രീനിവാസൻ്റെ ഭാഗ്യം. പടം 8 നില പൊട്ടി. അടുത്തത് ഉണ്ണി ശിവലിംഗം ഡയറക്ഷൻ ചെയ്ത ബൾട്ടി. അതും അത്യാവശ്യം ഫസ്റ്റ് ഹാഫ് എനിക്ക് നല്ല കിടിലിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് ബൾട്ടി. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ അത് എൻ്റെ ഗ്രാഫ് താഴോട്ടായിരുന്നു. എനിക്ക് അത്ര ഇഷ്ടം. ടോട്ടലി നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൻ്റെ അത്രയും വന്നിട്ടില്ല സെക്കൻഡ് ഹാഫ് എന്ന് തോന്നിയ പടമാണ് ബൾട്ടി. അടുത്ത പടം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 26 തന്നെ റിലീസായ സിനിമയാണ് വത്സല ക്ലബ്ബ്. എൻ്റെ പൊന്നോ, ഈ ഒരു പടം കണ്ടു തീർക്കാൻ പറ്റുന്ന പാട്. ഞാൻ OTT കണ്ട സിനിമയാണ് ഇത്. ഞാൻ റിവ്യൂ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് സമയത്തിന് വിലയുണ്ട്. അതുകൊണ്ട് നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്കിലും എടുത്തിട്ട് അലക്കാൻ തോന്നിയില്ല. അത്രയ്ക്കും മോശം സിനിമയായിട്ടാണ് വത്സല ക്ലബ്ബ് എനിക്ക് തോന്നിയത്. അതിനകത്ത് ആകെ എനിക്ക് റൂബേഷ് എന്ന് പറയുന്ന ആ ഒരു ആക്ടർ ഉണ്ടല്ലോ, ലാലേട്ടൻ സ്പടികത്തിനകത്ത് ചെയ്തത്, ആ പുള്ളി ഉണ്ടായിട്ട് ഈ പടം ചെയ്ത് വെച്ചേ ഈ പടം കണ്ടത്. അങ്ങനെ സെപ്റ്റംബർ മാസത്തിൽ നോക്കുവാണെങ്കിൽ സെപ്റ്റംബർ മാസത്തിലും ഒരു പടം പോലും ഹിറ്റാക്കാൻ സാധിക്കാത്ത വേറൊരു ഗുണ്ട് മാസമായിട്ട് സെപ്റ്റംബർ മാറിയിട്ടുണ്ട്. അടുത്ത മാസം ഒക്ടോബറിലോട്ട് പോകാം. ഒക്ടോബറിൽ നോക്കുവാണെങ്കിൽ ഒക്ടോബർ 10 ഈ മാസത്തിലും കുറേ മൊബൈലിൽ ഷൂട്ട് ചെയ്ത സിനിമ വന്നിട്ടുണ്ട്. അത് ഞാൻ പറയുന്നില്ല. ഒക്ടോബർ 10 ഒക്ടോബർ 5 റിലീസായ സിനിമയാണ് തമ്പാച്ചി. മനോജ് ടി യാദവ് ചെയ്ത സിനിമയാണ്. ആപ്പാനി ശരത്തൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ പടം കണ്ടില്ല, പേരും ആർക്കും ഓർമ്മ കാണത്തില്ല. അപ്പം പടം അറിയാമല്ലോ അതിൻ്റെ അവസ്ഥ. അവഹിതം ഒക്ടോബർ 10 റിലീസായ അവഹിതം. ബെന്ന ഹെഡ്ജാണ് ഇതിനകത്ത് എൻ്റെ ഡയറക്ടർ. പൊട്ടിക്കാണും. അതിനെ അടുത്ത ഫെമിനിറ്റി ഫാത്തിമ, ഇപ്പം സ്റ്റേറ്റ് അവാർഡിനകത്ത് ഉൾപ്പെടുത്തിയ സിനിമയാണ്. ഫാസിൽ മുഹമ്മദാണ് ഇതിൻ്റെ ഡയറക്ഷൻ. തിയേറ്ററിൽ അത്ര ഹിറ്റാവാത്ത സിനിമയാണ്. പാൻ ഇന്ത്യൻ സ്റ്റോറി, VC അഭിലാഷ് ഡയറക്ഷൻ ചെയ്ത സിനിമ. ഓടിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. തിയേറ്ററിൽ പോസ്റ്റർ കണ്ടത് പോലും എനിക്ക് ഓർമ്മയില്ല. അടുത്ത പെറ്റ് ഡിറ്റക്റ്റീവ്, പ്രണീഷ് വിജയൻ ഡയറക്ഷൻ ചെയ്ത സിനിമ. സെപ്റ്റംബർ 16 ഈ സിനിമ റിലീസായത്. നോക്കുവാണെങ്കിൽ എനിക്ക് അത്യാവശ്യം തിയേറ്ററിൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമയും കൂടിയാണ് പെറ്റ് ഡിറ്റക്റ്റീവ്. ഒക്ടോബർ 17 റിലീസായ സിനിമയാണ് പാതിരാത്രി. ഞാൻ കണ്ടില്ല. പടത്തിൻ്റെ അവസ്ഥ ഫ്ലോപ്പ് ലിസ്റ്റിൽ തന്നെയാണ്. പിന്നെ ഒക്ടോബർ 24 റിലീസായ നെല്ലിക്കൻ പോയിൽ നൈറ്റ് റൈഡേഴ്സ് ഞാൻ എനിക്കിഷ്ടപ്പെടാത്ത സിനിമ. തിയേറ്ററിലും ആ സിനിമ ഫ്ലോപ്പ് ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അടുത്ത ഒക്ടോബർ 31 മറ്റൊരു സൂപ്പർ ഹിറ്റ് സിനിമ വന്നിട്ടുണ്ട്, ഡൈസ് ഇറൈ. രാഹുൽ സദാശിവൻ ഡയറക്ഷൻ ചെയ്ത സിനിമ. എനിക്ക് തിയേറ്ററിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. തിയേറ്റർ എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രണവ് മോഹൻലാലിൻ്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് ശേഷം വന്ന സിനിമ. നല്ല കിടിലൻ സിനിമയായിരുന്നു. ചെറുക്കനും പെണ്ണും എനിക്കറിയത്തില്ല, പേര് കേൾക്കുമ്പോഴേ അറിയാമല്ലോ. സ്വപ്ന സുന്ദരി അറിയത്തില്ല. ഇതെല്ലാം ഒക്ടോബർ 31 റിലീസായ സിനിമയാണ്. പടം ഈ 2 പടങ്ങളും ഞാൻ പോസ്റ്റർ പോലും കാണാത്ത പടങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് ഒക്ടോബർ മാസത്തിൽ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒറ്റൊരു സൂപ്പർ ഹിറ്റേ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ ഡൈസ് ഇറ മാത്രമേ ഉള്ളൂ. അടുത്ത മാസത്തിലോട്ട് പോകാം. നവംബർ 7 ആദ്യത്തെ റിലീസ് വന്നിട്ടുണ്ടായിരുന്നു ഇന്നസെൻറ്റ്. സതീഷ് താൽവി ഡയറക്ഷൻ ചെയ്ത സിനിമയാണ് ഇന്നസെൻറ്റ്. ഈ ഇന്നസെൻറ്റിനകത്ത് എനിക്ക് തോന്നുന്നു മറ്റേ അനാർക്കലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ അൽത്താഫ് സലീമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവരൊക്കെ ഈ ഒരു കോമാളിപ്പടം എടുത്ത് വെച്ച് പിന്നെ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന ഏതൊരു യൂട്യൂബറും ഉണ്ട്. എന്തിനാണ് ചെയ്തു വെച്ചതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കണ്ടില്ല, പടം കണ്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഏകദേശം റിവ്യൂ ഒക്കെ കണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. പടം ഫ്ലോപ്പായിരുന്നു. ഇത്തിരി നേരം പ്രശാന്ത് വിജയ് ഡയറക്ഷൻ ചെയ്ത് ഇത്തിരി നേരം തിയേറ്ററിൽ അത്ര വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അനക്കം ഉണ്ടാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അതിഭീകര കാമുകൻ നിതിൽ ഗൗതം തനായിലാണ് ഇതിൻ്റെ ഡയറക്ഷൻ. അതിഭീകര കാമുകൻ ലുക്മാൻ്റെ സിനിമയാണെന്ന് തോന്നുന്നു. അത്ര ഹിറ്റായിട്ട് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അടുത്ത നവംബർ 21 എക്കോ റിലീസായത്. ദിൽജിത്ത് യത്കാൻ ഡയറക്ഷൻ ചെയ്ത സിനിമയാണ് എക്കോ. കിഷ്കിന്ത കണ്ടത്തിന് ശേഷം വന്ന സിനിമ. കിടിലൻ പടം. പക്ഷേ അത് എല്ലാ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയുടെയാണ് എക്കോ. അപ്പം ഇതിനകത്തും ഈ മാസത്തിലും എടുത്തു പറയേണ്ട ഒരു ഹിറ്റ് എന്ന് പറഞ്ഞാൽ എക്കോ മാത്രമേ ഉള്ളൂ. അടുത്ത ഡിസംബർ 5 റിലീസായ ആദ്യത്തെ സിനിമയാണ് കളങ്കാവൽ. മമ്മൂക്കയുടെ നല്ലൊരു ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ
ഒരു സിനിമ കൂടിയാണ് കളങ്കാവൽ. ഹിറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു കളക്ഷൻ അത് നേടിയിട്ടുണ്ട്. പക്ഷേ ഫൈനൽ കളക്ഷൻ ഞാൻ പറയാമേ. അടുത്ത സിനിമയാണ് പൊങ്കാല. പേര് പോലെ തന്നെ ഓഡിയൻസ് തിയേറ്ററിൽ പൊങ്കാല ഇട്ട് ചീത്ത വിളിച്ച സിനിമ എ.ബി. ബിബിൻ, ശ്രീനാഥ് ഫാസിൻ്റെ സിനിമയാണ്. ഇത് എ സർട്ടിഫിക്കറ്റ് പടമായിരുന്നു. പക്ഷേ തിയേറ്ററിൽ അനക്കം കാണിക്കുക. ഈ ശ്രീനാഥ് ഫാസിക്കൊക്കെ എ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ കയറി കാണുന്ന വിചാരം. എല്ലാ പിന്നെ ഖജുറാഹോ ഡ്രീംസ് കോവിഡിന് മുമ്പേ പെട്ടിക്കകത്തിരുന്ന് പഴകിയ സിനിമയാണെന്ന് തോന്നുന്നു. അർജുൻ അശോകനാണ് ഇതിൻ്റെ ആക്ടറായിട്ട് വന്നത്. മനോജ് വാസുദേവനാണ് ഇതിൻ്റെ ഡയറക്ഷൻ. പടം പോസ്റ്റർ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. പടം ഓടിയിട്ടില്ല. ഡിസംബർ 5 തന്നെ റിലീസായ സിനിമയാണ് ധീരം. ജിതിൻ ടി സുരേഷ് ഡയറക്ഷൻ ചെയ്ത സിനിമയാണ്. ഇന്ദ്രജിത്ത് സുകുമാരനാണ് ഇതിൻ്റെ ആക്ടറായിട്ട് വന്നത്. തിയേറ്ററിൽ അനക്കം ഉണ്ടാക്കാൻ സാധിച്ചില്ല. ധീരം. അടുത്ത ഡിസംബർ 7 റിലീസായ ഉടുപ്പ്. അനിൽ മുഖത്തല. അനിൽ മുഖത്തലയാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തേക്കുന്നത്. മുഖത്തല കൊല്ലം ജില്ലയിലെ ഞങ്ങളുടെ ഇവിടുന്ന് ഒരു 35 കിലോമീറ്റർ അകലെ കാണുന്നൊരു സ്ഥലം. ഉടുപ്പ്. ഇന്ദ്രൻസ് ചേട്ടനൊക്കെ ഉള്ള സിനിമയും കൂടെയാണ് തോന്നുന്നത്. പോസ്റ്ററൊക്കെ എവിടെങ്ങാണ്ട് ഒട്ടിച്ചിട്ടേക്ക് നടക്കുന്നുണ്ട്. ഇനി അടുത്ത ഡിസംബർ 18 സിനിമയാണ് ബപ്പ ബപ്പ. ധനഞ്ജയ് ശങ്കർ കൊട്ടിക്കോശിച്ചെത്തിയ സിനിമയാണ് ഡിസംബർ 18. തിയേറ്ററിൽ ഫ്ലോപ്പ് ലിസ്റ്റിലോട്ട് ഉൾപ്പെടാൻ പോകുന്ന ഒരു സിനിമ കൂടിയാണ്. ഹിറ്റ് സ്റ്റാറ്റസും അല്ല, എനിക്കൊന്ന് ആവറേജ് സ്റ്റാറ്റസ് എങ്കിലും നേടിയാൽ മതിയായിരുന്നു. അതേപോലെയാണ് ഇപ്പോൾ തിയേറ്ററിൻ്റെ ബബ്ബയുടെ അവസ്ഥ. കൊട്ടിക്കോശിച്ച് യാതൊന്നും അതിനകത്തില്ലായിരുന്നു. പിന്നെ ഡിസംബർ 25 റിലീസായ സിനിമയാണ് സർവം മായ അഖിൽ സത്യൻ. ഇപ്പം വെടിക്കെട്ടായിട്ട് കിടിലനായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് സർവമായ. ഇപ്പം തിയേറ്ററിലൊക്കെ ഞങ്ങളുടെ അവിടെയൊക്കെ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫൈനൽ ഒരു ഇത് ബോക്സ് ഓഫീസ് പറയാൻ പറ്റത്തില്ല. ഇപ്പോഴും അത് ഇപ്പോൾ എനിക്കൊന്ന് 70 കോടി അത് കളക്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും തിയേറ്ററിൽ സജീവമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ കൂടെയാണ് സർവം മായ. മിണ്ടിയും പറഞ്ഞു. അരുൺ ബോസ് ഡയറക്ഷൻ ചെയ്ത സിനിമയാണ് മിണ്ടിയും പറഞ്ഞു. വലുതായിട്ട് തിയേറ്ററിൽ അനക്കം കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല പടത്തിന്. അടുത്ത ഹാൽ. അത് ഒത്തിരി വിവാദം ഉണ്ടാക്കിയ ഒരു സിനിമ കൂടിയാണ്. തിയേറ്ററിൽ അനക്കം കൊണ്ടുവരാൻ ഹാലിന് കഴിഞ്ഞിട്ടില്ല. പിന്നെ 2025 ഏറ്റവും വലിയ ഫ്ലോപ്പ്, ലാലേട്ടൻ്റെ ഏറ്റവും വലിയ ഫ്ലോപ്പ് വൃഷഭ. ഡിസംബർ 25 തന്നെയാണ് റിലീസായത്. ലാലേട്ടൻ അങ്ങനെ ഉള്ളതല്ലയോ, ഏതെങ്കിലും ഒരു പടത്ത് നല്ലതായിട്ട് ഹിറ്റായിട്ട് കൊണ്ടുവരുമ്പോൾ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി എവിടെയെങ്കിലും പോയി തല വെച്ച് കൊടുക്കുന്ന ഒരു ഫ്ലോപ്പ് അടിച്ച സിനിമ. നന്ദ കിഷോർ ഡയറക്ഷൻ ചെയ്ത സിനിമയാണ് വൃഷഭ. അങ്ങനെ ഈ വർഷത്തെ അവസാനത്തെ ബ്ലോക്ക് ബസ്റ്ററായിട്ട് അവസാനം ഓടുന്ന സിനിമ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുക. അത് നമുക്ക് അതിൻ്റെ ഇപ്പം തന്നെ അത് സൂപ്പർ ഹിറ്റിലോട്ട് നേടിയിട്ടുണ്ട്. സർവമായ നിവിൻ പോളിയുടെ നല്ലൊരു തിരിച്ചുവരവാണ്. അപ്പോൾ ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ 2025 എടുത്ത് നോക്കുകയാണെങ്കിൽ 200 സിനിമയ്ക്ക് മുകളിൽ റിലീസായ ഒരു വർഷം കൂടിയാണ്. അതിൽ ഹിറ്റായത് വെറും 10 സിനിമകൾ. അതിന് 10 സിനിമയിൽ 2 സിനിമയ്ക്കാണ് ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് കിട്ടിയിട്ടുള്ളത്. അത് ലോക ചാപ്റ്റർ 1 ചന്ദ്രയ്ക്കും തുടരുവിനാണ്. തുടരുവാണെങ്കിൽ ബ്ലോക്ക് ബസ്റ്ററാണ്. ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചേക്കുന്നത് ഈ ലോക ചാപ്റ്റർ 1 ചന്ദ്രയാണ്. അപ്പോൾ ഈ 10 സിനിമ ബോക്സ് ഓഫീസിൻ്റെ കളക്ഷൻ വെച്ച് ഈ ഒരു 10 സിനിമ നമുക്കൊന്ന് പറയാം. ലോകയുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ 303 കോടിയാണ് ഇൻഡസ്ട്രി ഹിറ്റ്. 2025 ഇൻഡസ്ട്രി ഹിറ്റ്. എമ്പുരാൻ 268 കോടിയാണ് എമ്പുരാൻ വന്നിട്ടുള്ളത്. എമ്പുരാൻ ഏകദേശം 200 കോടി ബഡ്ജറ്റിലങ്ങാണ്ട 250 കോടി ബഡ്ജറ്റിലങ്ങാണ്ടാണ് വന്നത്. ആ ബജറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ കൂടെ വന്ന തുടരും എന്ന് പറഞ്ഞ ഒരു ലോ ബജറ്റ് വന്ന ലാലേട്ടൻ പടമാണ്. അത് കളക്ട് ചെയ്തത് 237 കോടിയാണ്. അപ്പോൾ ഇവർ തമ്മിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് തുടരും തന്നെയാണ് നേടിയിട്ടുള്ളത്. ബാക്കിയുള്ള സിനിമ എന്ന് പറഞ്ഞാൽ കളങ്കാവൽ 85 കോടി നേടിയിട്ടുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ അത് ഏകദേശം അതിൻ്റെ അടുത്തൊക്കെ കളക്ഷൻ വന്ന് കാണും. കളങ്കാവൽ 85 കോടി. ഡൈസിറെ 83 കോടിയാണ്. ഡൈസിറെ 5ാം സ്ഥാനത്താണ് ഈ ഒരു ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. 6ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഹൃദയപൂർവ്വമാണ്. 77 കോടിക്കാണ് തിയേറ്ററിൽ കളക്ഷൻ നേടിയിട്ടുള്ളത്. ഇപ്പം സർവമായ 7ാം സ്ഥാനത്ത് വന്നിട്ടുണ്ടെങ്കിലും അത് നമുക്ക് ഇപ്പം അത് 70 കോടി കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഫൈനൽ കളക്ഷൻ അല്ല, ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. ബാക്കി സിനിമകളെന്ന് പറഞ്ഞാൽ 8, 9, 10 സ്ഥാനങ്ങളിൽ ആലപ്പുഴ ജിംഖാന, രേഖാചിത്രം, ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഇത്രയും 10 സിനിമകളാണ് ഈ 2025 അത്യാവശ്യം തിയേറ്ററിൽ ഒരു അനക്കം കൊണ്ടുവരാൻ കാണിച്ചിട്ടുള്ള സിനിമ. ഇതിനകത്ത് പകുതി മുക്കാൽ അധികം സിനിമകളും തിയേറ്ററിൽ ഫ്ലോപ്പ് ലിസ്റ്റിലുള്ളവരാണ്. കുറേ സിനിമകൾ ഹിറ്റായി എന്നുള്ള സ്റ്റാറ്റസിൽ വന്നിട്ടുണ്ട്. പ്രിൻസ് ആൻഡ് ഫാമിലിയൊക്കെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഷൂട്ടിങ്ങിന് തുടങ്ങുന്നതിന് മുമ്പേ വിജയാഘോഷത്തിന് കേക്കൊക്കെ മുറിച്ച സിനിമ കൂടിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. അത് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അത് മാത്രമല്ല, ഞാൻ ഒരു ലിസ്റ്റിലും ഇത് ഞാൻ കണ്ടിട്ടില്ല ഹിറ്റ് സ്റ്റാറ്റസ് നേടി. ഈ ഒരു 10 സിനിമയാണ് അത്യാവശ്യം തിയേറ്ററുകാർക്ക് ലാഭം ഉണ്ടാക്കി കൊടുത്ത സിനിമകൾ. ഇത്രയാണ് ജൂലൈ തൊട്ട് ഡിസംബർ വരെയുള്ള മലയാള സിനിമ ഫലസൂചിക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്.